ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ എല്ലാവരും ഫോണിൽ ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് എല്ലാവരും. നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ചില അവസരങ്ങളിൽ നമുക്ക് ഈ ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അത് ഡിലീറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നിങ്ങൾക്ക് ഇത് അത്യാവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. പലരും സംശയം ചോദിക്കാറുണ്ട്, നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത്. നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഗൂഗിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കും. ആ ഇമെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഹോം, പേഴ്സണൽ ഇൻഫോ, ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക്, അതായത് ഇതിന്റെ ഈ ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നതിന്റെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്, നമുക്ക് ഇവിടെ കണ്ടില്ലേ ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട്. പക്ഷെ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപ്, അവിടെ നിന്ന് കൈ വെക്കുന്നതിന് മുൻപ് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചതിന് ശേഷം വേണം മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും, അതായത് അനവധി ആപ്ലിക്കേഷൻസും വരുന്നത് നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്കിങ് അക്കൗണ്ടുകളാണെങ്കിലും ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള ബാങ്കിങ് അക്കൗണ്ടുകൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ നിർബന്ധം തന്നെയാണ്. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം പോകുന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡാറ്റകളൊക്കെ, നമുക്ക് ഇതിലുള്ള എല്ലാ ഡാറ്റയും പോകും. അതുകൊണ്ട് അതിന് മുൻപ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എടുത്തു വെക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം വേണം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ബാങ്കിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആപ്ലിക്കേഷൻസ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലെ ഡാറ്റകളും നിർബന്ധമായും എല്ലാം ഡിലീറ്റ് ആയി പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതിലുള്ള കാര്യങ്ങളൊക്കെയാണ് പോകുന്നതെന്ന് ഇവിടെ കൃത്യം കാണിക്കുന്നുണ്ട്. ഗൂഗിൾ പേയ്മെന്റിന്റെ ഓപ്ഷൻസ്, ബാങ്കിങ് അക്കൗണ്ടിലെ കാര്യങ്ങളെല്ലാം, പിന്നെ അതുപോലെ നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പോകുന്നു പറയുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മുടെ ജിമെയിൽ, ഗൂഗിളിന്റെ ഫോട്ടോസ്, യൂട്യൂബ് അക്കൗണ്ട്, കലണ്ടർ, ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ, കോണ്ടാക്ട്സ്, ഇതൊക്കെ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റ മുഴുവൻ പോകുന്നു പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആ ടിക്ക് മാർക്ക് നമുക്ക് അത് കൊടുക്കാം. ആ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഏതാ യെസ് ഐ വാണ്ട് ടു പെർമനന്റ്ലി ഡിലീറ്റ്, നമുക്ക് പെർമനന്റ് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം വേണം ഡിലീറ്റ് അക്കൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ.